ട്വൽത്ത് മാൻ്റെ ലൊക്കേഷനിൽ വെച്ചാന്ന് തോന്നുന്നു എന്നോട് ഫസ്റ്റ് അർഫാസ് ഈ ഐഡിയ പറയുന്നത്. അന്നോട്ട് അതിൻ്റെ ഒരു ഡെവലപ്പിംഗ് സ്റ്റേജാണ്. ഒരു ഫസ്റ്റ് 1 ലൈൻ അല്ലെങ്കിൽ ഒരു 2 ലൈനിലായിട്ടാണ് ഈ ഒരു ഇതിനെക്കുറിച്ച് പറഞ്ഞത്. അപ്പോൾ തന്നെ ഞാൻ പറഞ്ഞു വർക്ക് ചെയ്യുക എന്ന് പറഞ്ഞു. അതിന് ശേഷം അതിനകത്തൊരു സ്ക്രീൻ പ്ലേ വർക്ക് ചെയ്തു. അത് കഴിഞ്ഞ് കൂമനിലെ ഞാനും ആസിഫും ആദ്യമായിട്ട് ഒന്നിക്കുന്നു. അങ്ങനെ ഒരു ഇതെല്ലാം ഞാൻ പറഞ്ഞു ഇതൊക്കെ ഒരു നിമിത്തമായിട്ട് വരുവാന്ന് തോന്നുന്നു. അപ്പോൾ ഒരു ദിവസം കൂമനിൽ നമ്മൾ കാന്തല്ലൂർ ലൊക്കേഷൻ അല്ലേ ഇവിടെ ഹോട്ടലിരുന്നപ്പം എന്നോട് പറഞ്ഞു ആസിഫ് അത് കേൾക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞാൻ വെരി ഗുഡ്. ഞാനിപ്പോഴും ഓർക്കുന്നുണ്ട് ആസിഫ് കഥ കേട്ട് കഴിഞ്ഞിട്ട് എൻ്റെ മുറിയിലേക്ക് ഇങ്ങനെ കയറി വന്നപ്പോൾ വളരെ എക്സൈറ്റഡ് ആയിട്ടായിരുന്നു. ആസിഫ് പറഞ്ഞു ചേട്ടാ ഞാൻ ആ ഇത് കേട്ടു ഇത് കൊള്ളാം, ഭയങ്കര രസമായിട്ടുണ്ടെന്ന് ഇതായിട്ടുണ്ടെന്ന്. അപ്പോൾ തന്നെ ഐ വാസ് വെരി ഹാപ്പി. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഫസ്റ്റ് സ്റ്റെപ്പ് അവിടെ സക്സസ്ഫുൾ ആയിട്ട് കടന്നു. പിന്നെ അർഫാസിനെ കുറിച്ച് പറയുകയാണെങ്കിൽ ഞാൻ ബോളിവുഡിൽ നിന്ന് പൊക്കിയെടുത്തുകൊണ്ട് പോകുന്ന ആളാണ്. ഞാൻ ബോഡി എന്ന് പറയുന്ന സിനിമ ചെയ്യാനായിട്ട് ചെന്നപ്പം അങ്ങനെ അവിടെ എൻ്റെ കൂടെ അസോസിയേറ്റ് ചെയ്ത് അങ്ങനെ അദ്ദേഹത്തിൻ്റെ ഫാദറെ അതിനു മുമ്പ് എനിക്കറിയാം. പക്ഷെ അന്നേരം എന്നാൽ എൻ്റെ കൂടെ വർക്ക് ചെയ്യുന്ന സമയത്തൊന്നും ഫാദറിൻ്റെ പേര് പുള്ളി ഒരിടത്തും ഫാദറിൻ്റെ പേര് പറയത്തില്ല. അത് കഴിഞ്ഞാൽ എന്നാൽ ഞാനിത് അറിഞ്ഞത്. അത് കഴിഞ്ഞ് എൻ്റെ കൂടെ ഇങ്ങ് ഞാൻ ബോളിവുഡിൽ നിന്ന് നേരെ എടുത്ത് ബോളിവുഡിലേക്ക് കൊണ്ടുവന്നു. പിന്നെ ത്രൂ ഔട്ട് എൻ്റെ കൂടെ ഉണ്ടായിരുന്നു. ഇപ്പോഴും ഈ പറഞ്ഞ പോലെ എൻ്റെ പല പടങ്ങൾക്കും അസോസിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പം അങ്ങനെ അർഫാസിനെ സംബന്ധിച്ചിടത്തോളം അല്ലെങ്കിൽ ഓരോ ഫിലിം മേക്കറിനെ സംബന്ധിച്ചിടത്തോളം വലിയൊരു ഡ്രീം കം ട്രൂ ആണ്. പിന്നെ ഞാൻ ഫിലിം കണ്ടു, വളരെ നന്നായിട്ട് അത് ചെയ്തിട്ടുണ്ട്. ഇറ്റ്സ് എ വെരി ഡിഫറെൻറ്റ് ത്രില്ലർ. ഒരു ടിപ്പിക്കൽ ത്രില്ലറായിട്ട് ഉള്ള ഒരു സിനിമയല്ല. അത് നിങ്ങൾക്ക് തിയേറ്ററിൽ കാണുമ്പോൾ മനസ്സിലാവും. ഡെഫിനറ്റ്ലി എല്ലാവരും ഇത് തിയേറ്ററിൽ തന്നെ വന്ന് കാണണം, എൻജോയ് ചെയ്യണം. ഒരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് നിങ്ങൾക്ക് തരും. അതുകൊണ്ട് പ്ലീസ് വാച്ച് ഇറ്റ് ഓൺ തിയേറ്റേഴ്സ്. താങ്ക് യു. ബേസിക്കലി 1-2 കാര്യങ്ങൾ നമ്മളിപ്പോൾ ഇവിടെ പറയുന്നത് വിഷ്വല്, ഒരു ലൊക്കേഷൻ. സിനിമയ്ക്ക് അങ്ങനെ പ്രത്യേകിച്ച് റൂൾസും ഒന്നുമില്ല. നമ്മൾ എൻഗേജിങ് ആയിരിക്കുക എന്നുള്ളത്. 2 പേരെ ഉള്ളതിൽ ആ 2 പേര് അത് വെൽ സ്ക്രിപ്റ്റഡ് ആണ്, വെൽ പെർഫോംഡ് ആണെങ്കിൽ ആ സിനിമ നിൽക്കും. എൻ്റർടൈൻ ചെയ്യുക എന്നുള്ളതാണ്. ഇവിടെ എത്രയോ 100 ആർട്ടിസ്റ്റ് നിന്ന് അഭിനയിച്ച പടമൊക്കെ ഇവിടെ തിയേറ്ററിൽ കൂടെ സർവൈവ് ചെയ്യാതെ പോയിട്ടുണ്ട്. സോ അതല്ല എനിക്ക് ഇതിനകത്ത് ഏറ്റവും അട്രാക്ഷൻ തോന്നിയത് അല്ലെങ്കിൽ എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടത് അർഫാസ് എന്നോട് വന്ന് ഈ കഥ പറഞ്ഞപ്പോൾ ഞാൻ അർഫാസ് അങ്ങനെ ചിന്തിച്ചല്ലോ എന്നുള്ളത്. ആസ് എ ഫിലിം മേക്കർ സാധാരണ ആൾക്കാർ ചിന്തിക്കുന്നതിൽ നിന്ന് വിഭിന്നമായി ചിന്തിച്ചു. ഇന്ന് അർഫാസ് ഇപ്പൊ പറയുന്ന ലോകത്തിൽ ഇന്നേവരെ ആരും പറയാത്ത കാര്യമൊന്നുമല്ല. കാരണം ഞാൻ പണ്ട് ഞാൻ സിനിമയിലേക്ക് വരാൻ ആഗ്രഹിച്ചിരുന്ന സമയത്ത് ശേഖർ കപൂർ, ഞാൻ ഒത്തിരി ഇന്റർവ്യൂ പറഞ്ഞിട്ടുണ്ട്. മഹേഷ് ഭട്ട് ശേഖർ കപൂർ ഇന്റർവ്യൂവിൽ മഹേഷ് ഭട്ട് ശേഖർ കപൂറിനോട് ചോദിക്കുന്നുണ്ട് ബഡ്ഡിംഗ് ഡയറക്ടേഴ്സിന് എന്തെങ്കിലും മെസ്സേജ് കൊടുക്കാനുണ്ടോ എന്ന് ചോദിച്ചു. അദ്ദേഹം പറഞ്ഞു ഇഫ് യു വാണ്ട് ടു ബി എ ഗുഡ് ഡയറക്ടർ ഗോ അഗൈൻസ്റ്റ് ദ റൂൾസ് ഓഫ് ദ ഇൻഡസ്ട്രി എന്നാണ്. അപ്പോൾ ഇവിടെ എല്ലാവരും ഒരേ പാറ്റേൺ ഒരേ ഇത് എങ്ങനെ ചെയ്യും അങ്ങനെ ചിന്തിക്കുമ്പോൾ അർഫാസ് വന്ന് എന്നോട് അർഫാസ് പല കഥകൾ പറഞ്ഞിട്ടുണ്ട്. അത് പലതും ബാക്കിയൊക്കെ നല്ലത് തന്നെയാണ്. പക്ഷെ ഇത് എനിക്ക് ഭയങ്കരമായിട്ട് സ്ട്രൈക്ക് ചെയ്തു. കാരണം ഇറ്റ്സ് എ ഡിഫറെൻറ്റ് ഫിലിം. അതുകൊണ്ട് തന്നെയാണ് ഞാനിങ്ങനെ ഭയങ്കരമായിട്ട് സപ്പോർട്ട് ചെയ്തത്. കാരണം മലയാളത്തിന് ഇന്ന് എനിക്ക് തോന്നുന്നത് ഇന്ത്യയിൽ ഏറ്റവും കൂടുതൽ ഇങ്ങനെയുള്ള ഡിഫറെൻറ്റ് സിനിമകൾ ചെയ്യാനും അത് ആസ്വദിക്കാനും കഴിവുള്ള ഒരു ഗ്രൂപ്പാണ് നമ്മൾ കേരള മലയാളികൾ എന്ന് പറയുന്നത്. അതുകൊണ്ട് തന്നെ ഞാൻ ധൈര്യമായിട്ട് ഇരുന്നത് ഇറ്റ്സ് എ വെരി ഇൻട്രസ്റ്റിംഗ് ഫിലിം. അത് നിങ്ങൾ സിനിമ കാണുമ്പോൾ നിങ്ങൾക്കത് മനസ്സിലാവും. അപ്പൊ അതിനകത്ത് വിഷ്വലും മാത്രമല്ല, അദ്ദേഹത്തിന്റെ സ്ക്രിപ്റ്റിംഗ് ഉണ്ട്, എഴുത്തുണ്ട്, ഇവരുടെ പെർഫോമൻസ് ഉണ്ട്. അതിലാണ് ആ സിനിമ നിൽക്കുന്നത്. ഓഫ് കോഴ്സ് ഫോട്ടോഗ്രാഫി ഉണ്ട്, ബാക്കി എല്ലാ ഘടകങ്ങളും ഉണ്ട്. അപ്പം അത് നിങ്ങൾക്ക് സിനിമ കാണുമ്പോൾ മനസ്സിലാവും. എന്തൊക്കെ പറഞ്ഞാലും ഈ ആരാണ് ഇത് പ്രസന്റ് ചെയ്യുന്നത് എന്ന് പറയുമ്പോൾ നമുക്കൊരു എക്സ്പെക്ടേഷൻസും ബെഞ്ച് മാർക്കും ഒക്കെ ഉണ്ടാവുമല്ലോ. ഇപ്പൊ ഡേവിഡ് ഫിഞ്ചർ ആണ് മൈൻഡ് റണ്ണർ പ്രസന്റ് ചെയ്യുന്നത് നെറ്റ്ഫ്ലിക്സിൽ എന്ന് പറയുമ്പോൾ ഉണ്ടാവുന്ന ഒരു കാര്യം ഉണ്ടല്ലോ. അല്ലെങ്കിൽ മറ്റേ സ്റ്റാർക്കീസിന്റെ മണിരത്നം പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന ഒരു എസ്തെറ്റിക്സ് ഉണ്ട്. അതുപോലെ ജിത്തു ജോസഫ് പ്രസന്റ് ചെയ്യുന്നു എന്ന് പറയുമ്പോൾ നമ്മൾ പ്രതീക്ഷിക്കുന്ന കുറച്ച് കാര്യങ്ങളുണ്ടല്ലോ. ഈ ട്വിസ്റ്റുകൾ, ക്ലൈമാക്സിന്റെ റിവീലുകൾ, അതൊക്കെ ഇത് ഇവിടെയും വരുന്നുണ്ടോ ആ സാമ്യങ്ങളൊക്കെ? നിങ്ങളോട് എനിക്കൊരു റിക്വസ്റ്റ് ഉണ്ട്. എങ്ങനെയെങ്കിലും ബെഞ്ച് മാർക്ക് ഒന്ന് ഒഴിവാക്കി തരാമോ? കാരണം ഈ ബെഞ്ച് മാർക്ക് കാരണം ജീവിക്കാൻ പറ്റും. കാരണം ബേസിക്കലി എന്താ പറയാ, ഞാൻ കുറച്ച് സിനിമകൾ ചെയ്തു. അതിനകത്ത് കുറച്ച് ത്രില്ലേഴ്സ് ആയിരുന്നു. ഞാൻ ഹ്യൂമർ ചെയ്തിട്ടുണ്ട്, ഫാമിലി ഡ്രാമ ചെയ്തിട്ടുണ്ട്, കോർട്ട് റൂം ഡ്രാമ ഒക്കെ ചെയ്തിട്ടുണ്ട്. ബെഞ്ച് മാർക്കിന്റെ ഒരു ഇതെന്താന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. എന്റെ പ്രോബ്ലം അതാണ്. അപ്പം ദൃശ്യം ഇറങ്ങി കഴിഞ്ഞപ്പോൾ തൊട്ട് ഏത് സിനിമ വന്നാലും ദൃശ്യം പോലെ ആയാലും ഞാൻ വേറെ ദൃശ്യം 1 ഉം 2 തമ്മിൽ കമ്പയർ ചെയ്യുന്ന എനിക്ക് മനസ്സിലാക്കാം. അപ്പം എനിക്കതിപ്പോഴും കൺഫ്യൂസ്ഡ് ആകുക.
അതുകൊണ്ട് ഞാൻ ദയവ് ചെയ്ത് പറയാം, എന്റെ ബെഞ്ച് മാർക്കും ലെവൽ ക്രോസും തമ്മിൽ കണക്ട് ചെയ്യണ്ട. ലെവൽ ക്രോസ് എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിഫറെന്റ് ഫിലിം, ഇറ്റ്സ് എൻ ഇൻട്രസ്റ്റിംഗ് പ്ലോട്ട്, ഒരു ഡിഫറെന്റ് ആയിട്ടുള്ള ഒരു സ്റ്റോറി, അതിനകത്ത് നന്നായിട്ട് പെർഫോം ചെയ്ത ഒരു നല്ല ക്യാരക്ടറൈസേഷൻസ് ഉണ്ട് അതിനകത്ത്. അപ്പം അതൊരു പുതിയ ഫിലിം മേക്കറുടെ ഒരു തോട്ടാണ്, അതിനെ നിങ്ങൾ സപ്പോർട്ട് ചെയ്യുക. അപ്പം അല്ലാതെ നിങ്ങളിത് ഈ സിനിമ ജീത്തു ജോസഫിന്റെ യൂഷ്വൽ ട്വിസ്റ്റ് അങ്ങനെ പ്രതീക്ഷ വരരുതേ. ഇതൊരു ഡിഫറെന്റ്, ഒരു വ്യത്യസ്തമായ ഒരു സിനിമ, ഒരു നല്ലൊരു സിനിമ കാണുക എന്നുള്ള രീതിയിൽ വരിക. അല്ലാതെ ഇതിനകത്ത് ഭയങ്കരമായ ട്വിസ്റ്റ് ഉണ്ട്, അല്ലെ ഭയങ്കരമായ ഹ്യൂമർ ഉണ്ട്, അങ്ങനത്തെ ഒന്നുമില്ല. ഇതൊരു ഡിഫറെന്റ്, അതേ ഒരു വ്യത്യസ്തമായ ഒരു സിനിമ എന്ന് കയറി ഒരു കാര്യമാണ് ഞാൻ പറയുന്നത്. ലോകത്തിൽ ഇന്ന് എന്നൊന്നും അവകാശപ്പെടുന്നില്ല, പക്ഷെ വേറൊരു എക്സ്പീരിയൻസ് ആയിരിക്കും സിനിമ എന്നാണ് എന്റെ വിശ്വാസം. ജിത്തു സാർ, അർഫാസ് നമ്മുടെ ഏറ്റവും വലിയ വിശ്വസ്തനാണ്. താങ്കൾ കൂടെ കുറെ നാളുകളായിട്ടുള്ള വ്യക്തിയാണ്. അദ്ദേഹം ഇൻഡിപെൻഡന്റ് ആണ്, അത് ഏറ്റവും സന്തോഷിക്കുന്ന വ്യക്തിയായിരിക്കും താങ്കൾ എന്ന കാര്യത്തിൽ ഒരു സംശയമില്ല. അർഫാസ് പല കഥകൾ പറഞ്ഞു എന്ന് നേരത്തെ പറഞ്ഞല്ലോ, അതിൽ ഏതെങ്കിലും കഥ ജിത്തു സാറിന് ചെയ്യണമെന്ന് എന്തെങ്കിലും തോന്നിയിട്ടുണ്ടോ? അർഫാസ് പറയും ആഗ്രഹിച്ചു കഥകൾ പറഞ്ഞു അല്ല പറഞ്ഞു. എനിക്ക് അർഫാസ് ഒരു നല്ലൊരു തോട്ട് ഒരിക്കൽ എന്നോട് പറഞ്ഞു. പാവം കഷ്ടപ്പെട്ട് അതൊരു വർക്ക് ചെയ്തുകൊണ്ട് വന്ന അത് അർഫാസിന് വേണ്ടി തന്നെ. എനിക്കും ഇഷ്ടപ്പെട്ട ഒരു ഹ്യൂമർ ട്രാക്കിലുള്ള ഒരു സിനിമയായിരുന്നു, ഒരു ഇൻട്രസ്റ്റിംഗ് വേർഡ്. അത് പകുതി വർക്ക് ചെയ്തപ്പോഴത്തേക്ക് അതേ കഥയിൽ വേറൊരു സിനിമ വന്നു മലയാളത്തിൽ. അപ്പോൾ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വർക്ക് ചെയ്തോണ്ടിരിക്കുകയായിരുന്നു. അപ്പോഴൊരു ദിവസം വിളിച്ചു ഇങ്ങനെ പറഞ്ഞു, സാറേ ആ സിനിമ ഉണ്ടോ, അത് ഇത് തന്നെയാന്ന് പറഞ്ഞു. പിന്നെയും എന്നോട് ഓരോ തോട്ടുകൾ പറഞ്ഞു. അതൊക്കെ കുറച്ച് ഐഡിയാസ് ഇങ്ങനെ പറഞ്ഞു. അപ്പൊ ഇങ്ങനെ ചിലത് പറയുമ്പോൾ ചില ഐഡിയാസ് നമ്മൾ സ്ക്രീൻ പ്ലേ ചെയ്ത് വർക്ക് ചെയ്ത് വരുമ്പോൾ ഭയങ്കരമായിട്ടും അത് നന്നായി വരാം, ചിലത് അത്രയും നന്നായി വന്നെന്ന് വരില്ല, ചിലപ്പോൾ ഡ്രോപ്പ് ചെയ്യേണ്ടി വരും. അങ്ങനെ പലത് പറഞ്ഞ കൂട്ടത്തിൽ എന്നോട് ഇത് പറഞ്ഞപ്പോൾ ഞാൻ പെട്ടെന്ന് ചോദിച്ചു, കുറച്ചുകൂടി ഒന്ന് ഡീറ്റെയിൽഡ് ആയിട്ടൊന്ന് വർക്ക് ചെയ്തിട്ട് എന്നോട് പറയാമെന്ന് ചോദിച്ചു. അപ്പൊ ഞാൻ പറഞ്ഞു, അർഫാസ് ഇത് ഭയങ്കര ഇൻട്രസ്റ്റിംഗ് ആണ്. ആസ് എ ഫിലിം മേക്കർ നിങ്ങൾക്കത് ഭയങ്കര ഒരു ബ്രേക്ക് ത്രൂ, യു ആർ സംതിങ് ഡിഫറെന്റ് എന്നുള്ളൊരു ഫീല് എനിക്ക് തോന്നി. അത് ചിലപ്പോൾ ഓഡിയൻസിന് കിട്ടുമായിരിക്കും എന്നെനിക്ക് തോന്നി. അത് അല്ലാതെ പിന്നെ അർഫാസ് കൊണ്ടുവരുന്ന ഒരു കഥ ഇഷ്ടപ്പെട്ടാലും എനിക്ക് ഇഷ്ടപ്പെട്ട ആഗ്രഹം തോന്നിയാൽ ഞാൻ മിണ്ടായിരിക്കത്തേ ഉള്ളൂ, കാരണം അത് അർഫാസ് ചെയ്യട്ടെ. റാമിന്റെ പ്രൊഡ്യൂസറാണ് ഇതിന്റെ പ്രൊഡ്യൂസറും. വരാത്തെന്ന് ഓർത്തുകൊണ്ടിരിക്കുകയാണ്. റാമിന്റെ സമയത്തൊക്കെ അർഫാസ് കൂടെ ഉണ്ട്. ആ പ്രൊഡ്യൂസറിലേക്ക് എങ്ങനെ പോയെന്നും കൂടെ ഒന്ന് അറിഞ്ഞാൽ കൊള്ളാം. ആ പ്രൊഡ്യൂസറിലേക്ക് എങ്ങനെയാണ് പോയത്? അല്ല, അത് ഞാൻ തന്നെയാണ്. ഞാൻ പറഞ്ഞു, ഏത് സമയത്തായിരുന്നു ഞാനത് മറന്നുപോയി. ദൃശ്യം 2 തെലുങ്ക് ചെയ്തുകൊണ്ടിരിക്കുന്ന സമയത്താണ് ഞാൻ വിളിച്ച് പറയുന്നത്. അപ്പം അന്നത്തെ നമ്മൾ ആസിഫായിട്ടൊക്കെ സംസാരിച്ചു അല്ലേ, ഇല്ല അതിന് മുമ്പാണ്. അപ്പൊ ഞങ്ങൾ ആദ്യം പ്രൊഡ്യൂസറോടെ സംസാരിച്ചത്, അത് മറന്നുപോയി. ഞാനാണ് രമേശ് സാറിനോട് പറഞ്ഞത്. അപ്പൊ അദ്ദേഹത്തിനും കഥ ഇഷ്ടപ്പെട്ടു, അദ്ദേഹം അങ്ങനെയാണത് ഏറ്റെടുക്കാൻ തയ്യാറായത്. ജിത്തു സാർ തന്നെയല്ലോ അമലയെ ഫോണിൽ വിളിച്ചതെന്ന് പറയുന്നത്. ആസിഫായിട്ട് അത് കഥ പറയുന്നു, ജിത്തു സാർ അമലയെ വിളിക്കുന്നു എന്നാണ് പറഞ്ഞത്. ജിത്തു സാർ അമലയിൽ തന്നെയാണ് ഈ ക്യാരക്ടർ കണ്ടത്, അത് അർഫാസ് പറയുവാണ് ചെയ്തത്? അല്ല, ഞങ്ങൾ ഇതിനെക്കുറിച്ച് ഡിസ്കസ് ചെയ്തപ്പോൾ നമുക്ക് കുറച്ചൊരു ഇപ്പം മലയാളത്തിൽ എനിക്ക് ആ സമയത്ത് കുറച്ചൊരു ഗ്യാപ്പ് ഉണ്ടായിരുന്നു. ഒരു ഫ്രഷ് മീൻസ് ഒരു സ്ഥിരം ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാള് പാടില്ല, പിന്നെ ന്യൂ ഫേസ് വേണം, ഇങ്ങനെ ഒരു ഡിസ്കഷൻ നടന്നപ്പം ആരോ ഒരാള് നമുക്ക് പെട്ടെന്ന് ഈ കാസ്റ്റിംഗിന്റെ സമയത്ത് ചിലപ്പോൾ പല ഫേസസും ഓർക്കത്തില്ല. അങ്ങനെ ഇരുന്നപ്പോൾ ആരോ ഒരാൾ അവിടെ ഇരുന്ന് അമലപ്പോൾ പെട്ടെന്ന് എല്ലാവരും പറഞ്ഞു, ഷീസ് ഗുഡ്, കറക്റ്റ്, ഇതിനകത്ത് മാച്ച് ചെയ്യുന്നുണ്ട് ഈ ക്യാരക്ടർ എന്ന് പറഞ്ഞ ഇതൊരു ഗ്രൂപ്പ് ഡിസ്കഷനിൽ നിന്ന് പെട്ടെന്ന് പേര് പോപ്പപ്പ് ചെയ്ത് വന്നപ്പോൾ ഞങ്ങളങ്ങ് എടുത്ത ഡിസിഷനാണ്. അപ്പൊ തന്നെ ഞാൻ പറഞ്ഞു, എനിക്ക് അമലേനെ അറിയാം, ഞാൻ വിളിക്കാൻ, ഞാൻ സംസാരിക്കാന്ന് പറഞ്ഞ് ഞാൻ ഇമ്മീഡിയറ്റ് വിളിക്കുകയായിരുന്നു. ഈസ് എ ഡെയറിങ് ആക്ടർ. അതായത് വേറെ പലരും ചെയ്യാൻ മടിക്കുന്നത് ചെയ്യാൻ തയ്യാറാകുന്ന ഒരു ആക്ടറാണ്. ഞാനത് പറയാം, ഞാൻ ഇന്നിപ്പം ബോളിവുഡിലും ഒക്കെ ഞാൻ പോയി പല സബ്ജക്ട് ഡിസ്കഷനും കാര്യങ്ങളും പ്രൊജക്ടുകളും ഉണ്ട്. മജോറിറ്റി ഓഫ് ദ ആക്ടേഴ്സ് ആർ ഇൻസെക്യൂർ. അങ്ങനെയാണോ ആ ക്യാരക്ടർ, ഇങ്ങനെയാണോ ആ ക്യാരക്ടർ, അങ്ങനെയാണ് ഇത്, അങ്ങനെ ഒരു പ്രശ്നം ആസിഫിനില്ല. ചേട്ടാ എനിക്ക് എന്തെങ്കിലും ചെയ്യാനുണ്ടോ, അതെന്തായാലും ക്യാരക്ടർ എന്തായാലും. അതാണ് ആസിഫിന്റെ പ്രത്യേകത. ബേസിക്കലി ഈസ് എ ടാലന്റഡ് ആക്ടർ, അതുകൊണ്ടാണല്ലോ ഇൻഡസ്ട്രിയിൽ ഇപ്പോഴും നിൽക്കുന്നത്. പക്ഷെ അതിനേക്കാളും ഈസ് എ ഡെയറിങ് ആക്ടർ. ഇപ്പം ഉയരെ എന്ന് പറയുന്ന സിനിമ ഞാനൊരു കൂമന്റെ കഥ കേൾക്കാൻ വന്നപ്പോൾ ഞാൻ പറഞ്ഞു, ഞാൻ പറഞ്ഞു ഭയങ്കരമായിട്ട് എനിക്ക് ബഹുമാനവും സ്നേഹവും തോന്നി, കാരണം ആസിഫ് ആ ക്യാരക്ടർ ചെയ്തതാണ്. ഇപ്പോഴും ഇവിടുത്തെ ഒരു പ്രശ്നം, പല ആക്ട്രസസും ആക്ടേഴ്സിനോടും നമ്മൾ കഥ പറയുമ്പോൾ അയ്യോ എൻ്റെ ക്യാരക്ടറിന് നെഗറ്റീവ് ഷെയ്ഡ് ഉണ്ടോ. ഞാൻ 12th മാൻ ചെയ്തപ്പോൾ ഫിദ എന്ന് പറയുന്ന ക്യാരക്ടർ ചെയ്യാനായിട്ട് കുറെ ആക്ട്രസുമായിട്ട് ഡിസ്കസ് ചെയ്തപ്പോഴൊക്കെ എല്ലാവരും മാറുക പേടിച്ച്. എന്തിനാ ഇങ്ങനെ ഇമേജ് കോൺഷ്യസ് ആകുന്നത്? അവരൊരു ക്യാരക്ടറിനെ പോർട്രേ ചെയ്യുമല്ലോ, അത് അവരുടെ സ്വഭാവമാണെന്നല്ലല്ലോ നമ്മൾ പറഞ്ഞത്. അതിന് അത്രയ്ക്കും
പേടിക്കുന്നുണ്ട് പലരും. അങ്ങനെ എല്ലാവരും ഞാൻ പറയുന്നില്ല, പലരും. പക്ഷെ ആസിഫിന്റെ ഏറ്റവും വലിയ ക്വാളിറ്റി ഞാൻ കണ്ടത് ഈസ് എ ഗുഡ് ആക്ടർ ആൻഡ് ഈസ് എ ഡയറിങ് ആക്ടർ.